ഇത് തെറ്റാണെന്നും യാറും മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിനെ ഖബർ കുഴിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് ഓടി വിളിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കുപ്പ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ വിചാരിക്കുന്ന സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പരിപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ പച്ചക്കുബ്ബ ഇന്നലെ സ്ഥാപിച്ചതാണോ? ഇന്ന് സ്ഥാപിച്ചതാണോ? നൂറ്റാണ്ടുകളുടെ പഴക്കമില്ലേ സുഹൃത്തുക്കളെ? ആ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മനോഹരമായ ആ പച്ചക്കുബ്ബ ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാവരും അത് നോക്കി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ കുബ്ബയിലേക്ക് മതിവരുവോളം നോക്കി നിൽക്കണമെന്ന് കൊതിക്കാത്ത മുസ്ലിമില്ല. ആ കുബ്ബയിലേക്ക് നോക്കി റസൂലുള്ളാഹിനോട് ഒരു സലാം പറയണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിമില്ല. ഈ കുബ്ബ നിർമ്മിച്ചിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു സുഹൃത്തുക്കളെ. ആ കുബ്ബയുടെ ഓരത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാര് പോയിട്ടുണ്ട്, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലേ? കേരളത്തിൽ നിന്ന് കെ എം മൗലവി പോയിട്ടില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്മാർ അവിടെ പോയിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകന്മാര് പോയിട്ടില്ലേ? കേരളത്തിൽ ഈ 1400 കൊല്ലത്തോളം ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാർ പോയിട്ടില്ലേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പോയിട്ടില്ലേ? പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഖബറിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ പച്ചക്കുബ്ബ ഇത് ബിദ്അത്താണ്, അനാചാരമാണ്, അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് തട്ടിനിരപ്പാക്കണം, പൊളിച്ചു കളയണമെന്ന് ഈ സക്കരിയ സലാഹി എന്ന വൃത്തികെട്ട മനുഷ്യൻ ലോകത്ത് കേരളത്തിൽ വരുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഇദ്ദേഹത്തിന്റെ തന്നെ പ്രസ്ഥാനമോ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോ ലോകത്തൊട്ടുക്കുമുള്ള മുസ്ലിമീങ്ങളിൽ ഒട്ടു വളരെ പണ്ഡിതന്മാരുണ്ടായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതനോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട കുബ്ബ തകർത്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലെങ്കിൽ ആ മനോഹരമായ പച്ചക്കുബ്ബ തകർക്കണമെന്നും അത് പൊളിച്ചു മാറ്റണമെന്നും സൗദി ഗവൺമെന്റിന് അതിന് ധൈര്യമില്ലെന്നും ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ കുബ്ബ തകർക്കുക എന്ന പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നിർവഹിക്കുക എന്നും മലയാളക്കരയിൽ വെച്ച് പ്രസംഗിക്കുന്ന ഈ മൗലവിയുടെ പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു.